ഇനി നമുക്ക് അധികം ആരും ഉണ്ടാക്കാത്തൊരു സംഭവം വെച്ചിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കഴിക്കുകയെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കില്ല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഒരു ചട്ടി അടുപ്പത്ത് ചെറു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, ഒരു മുറി തേങ്ങ, കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു 3 വെളുത്തുള്ളി, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട, അതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ചെറിയ ടീസ്പൂണ് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂണ് മുളകും പൊടി, ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്താൽ മതി. കളറ് മാറും, പൊടിയുടെ കളറൊന്നും മാറരുത്. ഇനി നമുക്കതിലേക്കൊന്ന് മാറ്റി വെക്കാം. ചൂടാറുന്നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 3 കയ്പക്ക എടുത്തിട്ടുണ്ട്. ആ കയ്പക്ക ഇതേപോലെ നുറുക്കണം. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാൻ. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടണം. വാളംപുളി ഒന്ന് വെള്ളത്തിയിട്ടിട്ട് കുതിരാൻ വെക്കണം. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു തക്കാളി, ഒരു സബോളയുടെ ഒരു പകുതി പൊടി അരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം മൂടി വെക്കുക. ഒന്ന് വറ്റി വരണം. ഈ പുളിയും ഉപ്പും മഞ്ഞളൊക്കെ കൂട്ടയിലേക്കൊന്ന് വറ്റി വരണം. എന്നാലേ നമുക്ക് ആ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നമുക്ക് നന്നായി അരച്ച് കൊണ്ടുവരണം. തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഈ കയ്പൊക്കെ വെച്ചിട്ട് ആരും കറി വെക്കാൻ മടിയുണ്ടാവുക കഴിക്കുമെന്ന് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ ഒരു കയ്പും ഉണ്ടാവില്ല. ഇത് ചോറിലേക്ക് മാത്രമല്ല, എല്ലാ പലഹാരത്തിലേക്കും നമുക്കിത് കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ആരും ഇതേപോലെ കയ്പൊക്കെ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് കയ്പൊക്കെ കറി വെച്ച് നോക്കി വെക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടാവും ചെയ്യും. ഒരു കയ്പും ഇല്ല. കയ്പൊക്കെ കറിയെന്ന് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിലുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ കയ്പൊക്കെ ഇവിടെ പുളിയും കൂടി വറ്റി വന്നിട്ടുണ്ടായി. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായി ഒന്നത് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം. ചെറിയൊരു കട്ടി വേണം കേട്ടോ, നല്ല ലൂസാവരുത്. അപ്പോൾ ഒന്ന് ഇതേപോലെ നമുക്ക് കട്ടിയായിട്ട് ഇനി അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് വറവിടണം. കുറച്ച് ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, വേപ്പിൻ്റെലും വെളിച്ചെണ്ണയും കൂട്ടൊന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്പക്കയുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കയ്പക്കൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കയ്പക്കെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.